ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ്. ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം. ഇതിന് വേണ്ടിയാണ് ചിക്കൻ ബ്രോയിലർ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സുർക്കൊക്കെ തേച്ച് മസാല ഇട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡാൽഡ, സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലും ഡാൽഡ ഒഴിച്ച് കൊടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും 2 കിലോ ഉണ്ട്. അപ്പോൾ ഉള്ളി പൊരിച്ചെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും മൂപ്പിച്ചെടുത്തതിന് ശേഷം ചിക്കൻ ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുത്ത്, എന്നിട്ട് അതൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്ത്, തക്കോലം അതൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്നുണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 വലിയ ഉള്ളി, അതുപോലെ തന്നെ 4 ചെറിയ തക്കാളിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചുവന്ന മുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അതിൽ ഇതാക്കിയ കാരണം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ചുവന്ന മുളക് ക്രഷ് ചെയ്തത്. പിന്നെ ചിക്കൻ തോനുണ്ടായതുകൊണ്ട് അതിനനുസരിച്ച് മസാല വേണമല്ലോ. അരി 1 കിലോനാണ്. അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് തക്കാളിയിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. പിന്നെ ചിക്കനിലൊക്കെ ഉപ്പ് ഉണ്ടായതുകൊണ്ട് ആദ്യം തന്നെ അധികം ഉപ്പിട്ടാൽ ഉപ്പ് കയറും. പിന്നെ തക്കാളിക്ക് പുളിക്കൊക്കെ അനുസരിച്ചാണല്ലോ ഉപ്പ് വേണ്ടി വരിക. അപ്പോൾ 4 ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 വലിയ ഉള്ളി. പിന്നെ അരിയൊക്കെ കഴുകി 1 കിലോ അരിയാണ് കഴുകി വെള്ളത്തിലിട്ട് ചെയ്യുന്നത്. അതൊന്ന് ഊറ്റിയെടുക്കണം. തക്കാളിയൊക്കെ അവിടെ വാടി വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറുണ്ടാക്കട്ടെ. നെയ്ച്ചോറായിട്ടാണ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് നമുക്ക് ഇതൊക്കെയുള്ള ഊറ്റിയെടുക്കല്ല. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഡാൽഡ ഒഴിച്ച് കൊടുത്ത് തക്കാളി, ഏലക്ക, ഗ്രാമ്പൂ, പട്ട അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ചെറിയ സവാള അതും ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഒന്ന് തീ കൂട്ടി വെക്കുക കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് തന്നെ തീ കൂട്ടിയിട്ട് തന്നെ വെക്കുക. ഞാൻ തീ കുറച്ചിട്ട് ആദ്യം വെച്ചിരുന്നത് കാരണം കേട്ടോ, ഞാൻ കൂട്ടി വെച്ചത് കാരണം പറഞ്ഞതാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന വരെ ഒന്നുണ്ട് ഇളക്കി വറുത്തെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് എന്തായി നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ അതാ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അതിൽ ഉള്ളി വാടാനൊന്നുമില്ല. പിന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അതാട്ടോ. ഇനിയിപ്പോൾ ഈ അരി ഒക്കെ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള 1 കിലോ അരി അല്ല 4 കപ്പിന് 8 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി എടുത്ത് അതിൻ്റെ നീരും ഒഴിച്ച് കൊടുത്ത് ആ തൊണ്ടുമൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഒരു മീഡിയം തീയിലാക്കിയിട്ടാണ് കേട്ടോ. ഒന്ന് തിള വരുന്നത് വരെ തീ കൂട്ടിയിട്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വെക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളിയൊക്കെ വാടി വന്നതിന് ശേഷം ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ കുരുമുളക് പൊടിയൊക്കെ പിന്നെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും ഒക്കെ ചെയ്യുന്നതല്ലേ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് തൈര് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഒരു 10 അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചിരുന്നു. അതൊന്ന് നല്ലൊന്ന് ചതച്ചെടുക്കും. പിന്നെ നല്ല കുത്തി ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പ് ആണ് ഇട്ട് കൊടുത്തത്. അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. ഞാൻ ചെറിയ ഉരലിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി ചിക്കൻ പൊരിച്ചത് അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂടി വെക്കട്ടോ. കുറച്ച് ചിക്കനൊക്കെ എന്താണ് മസാല ഒക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇപ്പോൾ നോക്കട്ടെ. അത് അങ്ങനെ നമ്മൾ ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കട്ടോ. പിന്നെ
ഉള്ളി അത് പൊരിച്ച് വെച്ചത് അത് ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് അവിടെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനിട്ടാൽ മേലെ ദമ്മിടാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ വെക്കുക. അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കുറച്ച് ഉള്ളി അവിടെ വെക്കുക. ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് ഇട്ടെടുത്ത് പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഇനി എന്തായി നോക്കട്ടെ ചോറ്. ഇപ്പോൾ ചോറ് ഇനിയും വേവാനുണ്ട്, വെള്ളം വറ്റാനും ഉണ്ട്. അതിൽ വെള്ളം ഉണ്ട് അടിയിലിട്ടാൽ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെക്കട്ടെ. പിന്നെ ഒരു കയ്യിൽ ഫോണും അങ്ങനെയായിട്ട് വീഡിയോ എടുക്കണത്. അതാണ് അത്ര ഒരു ഇത്. ഇനി നമുക്ക് ആ ചിക്കൻ്റെ മസാലയിൽ നിന്ന് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി മൂടി വെക്കട്ടെ. ഒന്നും കൂടി വേവും ചെയ്യട്ടെ. മസാല ഒക്കെ അതിലുകൊണ്ട് യോജിക്കട്ടെ. അപ്പോൾ അതൊക്കെ ഇവിടെ ചോറൊക്കെ വെന്തിട്ടാണ്. ഇനി ഞാൻ വേറെ അതിലേക്ക് അതിൻ്റെ മേലെ ചോറ് ഇടുന്നില്ല കേട്ടോ. ചിക്കനാണ് വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ചോറിടാതെ ഞാൻ ഈ ചോറ് വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് ചോറ് അതിനകത്ത് കോരി വെച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ചോറാണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറ് ആണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടിയിൽ നമ്മൾ വെള്ളമൊന്നുമില്ലല്ലോ കാര്യമായിട്ട്. അങ്ങനെ കുറച്ച് വെള്ളം നല്ല കനലിൽ വെക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആക്കി ഇനിയിപ്പോൾ ഇതൊക്കെ ആക്കി ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള മൂപ്പിച്ചെടുത്തത്, കുറച്ച് ഗരം മസാല അല്ല ബിരിയാണി മസാല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മസാല തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് രണ്ടും ഇടും ഞാൻ. ലാസ്റ്റ് ഇടുമ്പോൾ ഞാൻ നമ്മളെ ഉണ്ടാക്കിയത് ഇട്ടത്. മറ്റേ പാക്കിങ്ങിലുള്ളത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തേക്കണേ. അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് പിന്നെ ഡാൽഡ ഒഴിച്ച് പിന്നെ കുറച്ച് പാല് നമ്മൾ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യട്ടെ. അത് ചെയ്തിട്ടില്ല ഞാൻ ഡാൽഡ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ച് ഫോയിൽ പേപ്പറൊക്കെ ആദ്യം മൂടി വെച്ച് പിന്നെ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വെച്ച് പിന്നെ കനലടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ്. അവിടെ അടുപ്പ് ഒഴിഞ്ഞ് കനലടുപ്പത്ത് കൊണ്ടുപോയി വെച്ച് നമ്മളെ ബിരിയാണിയുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ തുറന്നു കാവി വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇതാ ഇനി നമുക്കൊന്ന് വിളമ്പി നോക്കിയാലോ. ഇതാ നമ്മൾ അടിപൊളി ബിരിയാണി. എന്നാൽ ശരി, ബൈ, അസ്സലാമു അലൈക്കും.